रामचन्द्रस्य इदैभवचेतसा अहं ब्रह्मेन्द्रियकान्त तत्त्वबोधस्वरूपिणी विभूतिमाप्रदानेन सर्वानुग्रहदायिनी श्रीनीलकण्ठशिष्याय സത്യാനന്ദായ. ഇവിടെ പ്രാർത്ഥനയിലൂടെ നാം ധ്യാനിച്ച എല്ലാ ഗുരുക്കന്മാരുടെ പാതാരവിന്ദങ്ങളിലും ഭാരതത്തിലും ലോകത്തെമ്പാടുമുള്ള ഈശ്വര സങ്കല്പങ്ങളുടെ പാദകമലങ്ങളിലും ഞാൻ എൻ്റെ സർവ്വം സമർപ്പിക്കുകയാണ്. ഇതിനെല്ലാമായിട്ട് കാരണമായത് 100 വർഷക്കാലം നാം കാത്തിരുന്ന ആ മഹാസംഭവം ഇവിടെ ഉണ്ടാകാൻ പോവുകയാണ്. അവിടെ നാം അറിവിൻ്റെ നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് പരമഭട്ടാൽ ശ്രീ ചട്ടമ്പിസ്വാമി തിരുവടികൾ എനിക്ക് ഇതുപോലൊരു സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ തന്നെ ഒരവസരം കിട്ടുകയാണെങ്കിൽ അതെൻ്റെ മഹാഭാഗ്യമാണ്. പക്ഷേ ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് ഇവിടെ ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള ഒരു യോഗ്യതയും എനിക്കില്ല. പക്ഷേ ഇതൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. സ്വാമി തൃപ്പാദങ്ങളുടെ ഈ മഹാസന്ദർഭം ഭാരതത്തിന് തന്നെ ഒരു പുതിയ ഉണർവുണ്ടാകും. ആ സങ്കല്പത്തോടുകൂടി വീണ്ടും നമസ്കാരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ ഗുരുനാഥൻ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ പ്രപാദികൾ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നുപോലും എനിക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്നില്ല. പല കാര്യങ്ങളും എന്നോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ പല രഥയാത്രകളും നടത്താറുണ്ട്, പക്ഷേ ഭാരതത്തിലെ എല്ലാ ഗുരുക്കന്മാരെയും ചേർത്തുകൊണ്ടുള്ള ഒരു രഥയാത്ര നടത്തണം. കാരണം കേരളത്തിൽ ഗുരുത്വത്തിൻ്റെ പേരിൽ തമ്മിലടിക്കുകയും തമ്മിൽ തല്ലുകയും മുണ്ടി മാറ്റുകയും കാല് തിരക്കി കാല് മാറുകയും ഒന്നും ചെയ്യുന്നതിന് അവസരം കൊടുക്കാതെ ഗുരുക്കന്മാരെയൊക്കെ ചേർത്തുകൊണ്ട് രഥയാത്ര നടത്തണമെന്ന്. അങ്ങനെ മഹാരാഷ്ട്രയിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെയും ചട്ടമ്പിസ്വാമിയുടെയും വിവേകാനന്ദ സ്വാമിയുടെയും മഹാരാഷ്ട്രയിൽ ശിവാജി മഹാരാജിൻ്റെ ഗുരുവിനെയും അവിടെയുള്ള എല്ലാ ഗുരുക്കന്മാരെയും ചേർത്തുകൊണ്ട് രഥയാത്ര നടത്താൻ കഴിഞ്ഞു. 4 വർഷം ആ രഥയാത്ര നടത്തി. പക്ഷേ ആ രഥവുമായിട്ട് എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞില്ല. കാരണം മഹാരാഷ്ട്രയിൽ തന്നെ ഉള്ള ഗുരുക്കന്മാരുടെ എല്ലായിടത്തും പോയി നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ ഏതാണ്ട് 1 മാസം വരെ രഥം അവിടെ മഹാരാഷ്ട്രയിൽ ഉരുട്ടിയിട്ട് പോലും എല്ലായിടത്തും ചെന്നെത്താൻ കഴിഞ്ഞില്ല. അവിടെയൊക്കെ തന്നെ മലയാളം രാമായണം വായിച്ചുകൊണ്ട് തന്നെയാണ് പോയത്. അവിടെയൊക്കെ ചട്ടമ്പിസ്വാമി തിരുവടികളുടെ നാമധേയം പറയുകയും അവിടെ ആ മനസ്സുകളിൽ സ്ഥാപിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷങ്ങൾ ആസ്വദിക്കാനും എനിക്ക് കഴിഞ്ഞു. പക്ഷേ ഇവിടെ വന്ന് എത്തിയത് ഇപ്പോഴാദ്യമായിട്ടാണ്. ഇതിൽ കൂടുതൽ എനിക്കൊരു സൗഭാഗ്യം ആവശ്യമില്ല. പ്രത്യേകിച്ച് ഈ സ്ഥലത്തിനോടും ഇവിടെ സംസാരിക്കുന്നതിനോടും പറയുമ്പോൾ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നിൽക്കിനെ വിട്ടുകൊണ്ട് ഒരു പ്രസംഗം കേൾക്കാൻ പോയി. അപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആളുകൾക്ക് എങ്ങനെയാണ് പ്രസംഗിക്കണമെന്നറിയാം. ഞാൻ അപ്പോൾ ഒരാൾ എന്നോട് പറയാൻ, എടാ നിനക്ക് പ്രസംഗിക്കണോ? ഞാൻ പറഞ്ഞു, ഓ പ്രസംഗിക്കണോ. എനിക്ക് പ്രസംഗവും അറിഞ്ഞൂടാ, ആ ചോദിച്ചതിൻ്റെ അർത്ഥവും അറിഞ്ഞൂടാ, ആരാണ് ചോദിച്ചതെന്ന് അറിഞ്ഞൂടാ. ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു, എല്ലാവരും കൂടെ കൈയടിക്കുകയും ചെയ്തു. എന്താണ് പറഞ്ഞതെന്ന് ഞാൻ ഒപ്രാണം കൊണ്ടെന്ന് പറഞ്ഞു.
ഈ നിക്കറിട്ടിരിക്കണ പോലെ കാല് മുട്ടടിക്കുന്നത് എല്ലാവർക്കും കാണുകയും ചെയ്യാം. അപ്പോൾ എന്നെ വിളിച്ചു കയറ്റിയ ആള് വളരെ ശക്തനായിട്ട് പടന്ന് കൊട്ടാരത്തിന്റെ മുകളിലും പടരും എന്ന് കുമ്പളം പടരും എന്ന് പറഞ്ഞ ആ മഹാത്മാവ് അദ്ദേഹം എന്നെ സംസാരിക്കാനായിട്ട് കാണാൻ പോയി എന്നെ പിടിച്ചു കയറ്റി പ്രസംഗം എന്താണെന്ന് കേട്ടിട്ടും പറയാനും ഒന്നും പങ്കെടുക്കാതെ എന്നെ കൊണ്ട് പ്രസംഗിച്ച ആ സ്ഥലത്ത് വരുമ്പോൾ എൻ്റെ കണ്ണു നിറയുകയാണ്, ശബ്ദമിടറുകയാണ്. അതൊരു മഹാഭാഗ്യമാണ്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു നല്ല ഗോളടിച്ചത് എൻ്റെ നേരേക്കാണ്. കാരണം ഇതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നും ആഗ്രഹമില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞതൊക്കെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവിടെയും ഇവിടെയൊക്കെ ചെന്നിട്ട് കൈയിട്ട് മാറിഞ്ഞില്ല. കാരണം എന്താണ്, അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് എന്നെ കുറ്റം പറയണ്ട. ഞാൻ എന്ത് ചെയ്താലും കുറ്റമേ പറയും. ഈ വടി ഞാൻ അവിടെ വെച്ച് വന്നിട്ട് സ്വാമി വെളിയിലേക്ക് ഞാൻ ഈ സബ്ജക്റ്റ് മാറിപ്പോകുന്നു എന്നല്ല, എന്നാലും എൻ്റെ ഗതികേട് പറയുന്നതിൽ കുഴപ്പമില്ല. ആ ഗതികെട്ട ഒരാൾ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് ഒരു കൺസെഷൻ റേറ്റിൽ അങ്ങ് കൺസിഡർ ചെയ്താൽ മതി. അവിടെ ഞാൻ ദക്ഷിണ ജില്ലയിൽ സ്വാമിജിയും ഒരു ഭീംസിംഗും ഒക്കെ ആയിട്ട് അപ്പുറത്തിരിക്കുകയാണ്. ഞാൻ കുറച്ച് സാധനം മേടിക്കാൻ വന്നപ്പോൾ ഒരാൾ എനിക്കൊരു നല്ല വാക്കിംഗ് സ്റ്റിക്ക് വന്നു. എനിക്ക് വാക്കിംഗ് സ്റ്റിക്കിൻ്റെ ആവശ്യമേ ഇല്ല എന്ന്. ഞാൻ ആ വാക്കിംഗ് സ്റ്റിക്കൊക്കെ പതുക്കെ ഇങ്ങനെ ഒരു നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വാക്കിംഗ് സ്റ്റിക്ക് അത് ഞാൻ കൈകൊണ്ട് വീശിയൊക്കെ ആ ദക്ഷിണ ജില്ലയിൽ കൂടെ കാറ്റും കൊണ്ട് അപ്പുറത്ത് പോയി. അപ്പോൾ സ്വാമി ആര് വരുന്ന ഇന്നാരാണ്, നീ അവിടെ പോയി അത് ഞാൻ കാണിച്ചു. അവൻ ഒരു വടിയും കൂടി ഇടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇവന്റെ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ എഴിച്ചു നടക്കാൻ വയ്യാത്ത ഒരു കിളവനാണെന്ന് പറയും. എന്നെ പറയിക്കാണെന്ന് പറയും. 2 അടി എൻ്റെ മുന്നിൽ തന്നിട്ട് ചവിട്ടി ഒടിച്ച് ഗംഗയിലെറിഞ്ഞു. അപ്പോൾ അടുത്ത കാലത്ത് എനിക്ക് ഈ വടിയുടെ ആവശ്യമുണ്ട്. ഞാൻ വടിയുമായിട്ട് തിരുവനന്തപുരത്ത് അവിടെ സന്യാസി സമ്മേളനമുണ്ട്. അപ്പോൾ വന്നപ്പോൾ ആ ജ്യോതിക്ഷേത്രത്തിന്റെ നടയിൽ ആ വടി വെച്ചിട്ട് കയറി. കാരണം ഇനി അവിടെ നിന്ന് ഇറങ്ങി വന്ന് വല്ല തല്ലി തരികയാണെങ്കിൽ എന്ന് പേടിച്ചു. അതുകൊണ്ട് ഈ വടി ഞാൻ അവിടെ വച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഇരുന്ന് പ്രസംഗിക്കുന്ന ഒരു ഇരുത്തം വന്ന പ്രാസംഗികനാണ് ഇവിടെ ഈ കോഴിക്കോട്ട് ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പരമേശ്വരജി ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ കുറച്ച് ദേഷ്യത്തിൽ വന്നിട്ട്, കാരണം ആളുകളെ ആരെങ്കിലും തല്ലിക്കൊന്നാൽ കരയാനും വിളിക്കാനോ അവരുടെ പകം വച്ച് കറുത്ത പൊടിയും വെട്ടിയില്ലത് മേലാൽ വിളിച്ചു പോകരുത് എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു. അപ്പോൾ അടുത്ത് പരമേശ്വരജി എഴുന്നേറ്റ് പറഞ്ഞു, ഇപ്പൊ വന്ന ആളിന് താടിയും തലയും ഒക്കെ നരച്ചിട്ട് അകാല നരയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും എനിക്ക് അത്ര നര കാണില്ല. ഞാൻ ഒരു ഇരുത്തം വന്നവനായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ അവിടെ ഒന്നും കാണുന്നില്ല എന്ന് ഇതും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇത്രയായിട്ടും എനിക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് അത് മോശമായതുകൊണ്ട് ഇപ്പൊ ഇരിക്കാൻ പറഞ്ഞിട്ടില്ല. സ്വാമി എന്നോടുള്ള വാത്സല്യവും സ്നേഹവും കൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് ഞാൻ ഇരുന്ന് ഉദ്ഘാടനം ചെയ്യില്ല. കാരണം 100 വർഷം വരെ നാം യാതൊരു ദൈവവും ദാക്ഷിണ്യവുമില്ലാതെ ഈ കൊച്ചു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആധ്യാത്മിക ശക്തിയെ ഉണർത്തിക്കൊണ്ട് ജാതിയുടെ പേരിൽ, ഭാഷയുടെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, പാമ്പിന്റെ പേരിൽ, പട്ടിയുടെ പേരിൽ, വൃക്ഷങ്ങളുടെ പേരിൽ, സിംഹത്തിന്റെ പേരിൽ നിങ്ങൾ അകന്ന് നിൽക്കരുത്. സർവത്തിനെയും സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ വസുധയേവ കുടുംബം നിങ്ങൾക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയും എന്ന് പ്രഖ്യാപിച്ച ആ മഹാത്മാവിന്റെ ആ പ്രഖ്യാപനം ചെവിക്കൊള്ളാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് അതിയായ ഖേദമുണ്ട്. പക്ഷേ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, ഇത് ഒരു തുടക്കമാണെന്ന്. അത് സ്വാഗതം പറഞ്ഞാൽ ഒരു തുടക്കമാണ് എന്ന് പറഞ്ഞു. അതെനിക്ക് വലിയ ആശ്വാസമുണ്ട്. തുടക്കമായത് തുടക്കമാണ്. അതിന് ഇനി ഒരു അവസാനമൊക്കെ ഉണ്ടല്ല. ഒരു തുടക്കം വളരെ ശക്തമായിട്ട് വ്യക്തമായിട്ട് ഒരു കാലത്ത് ഇന്ത്യയിൽ മനുഷ്യൻ യൂറോപ്യൻ നമ്മളോട് ചോദിക്കുന്നതിന് എങ്ങനെയാണ്, ഹൗ ഓൾഡ് ആർ യു എന്ന് ചോദിക്കുന്നത് എന്താണ്? അപ്പോൾ പറയാം, ഐ ആം 24 years old. ഹൗ യങ് ആർ യു എന്നവൻ ചോദിക്കില്ല, പറയും 24 years യങ്. നീ ഒരിക്കലും അങ്ങാകരുത്, നീ വൃദ്ധനായിരിക്കണം, എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളെ അടിമയാക്കാൻ പറ്റുകയുള്ളൂ.
അങ്ങനെയുള്ള ഒരു ഇന്ത്യയിൽ വിവേകാനന്ദ സ്വാമി അദ്ദേഹത്തിന്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, അദ്ദേഹം ഇവിടെ നിന്ന് പ്രഖ്യാപിച്ചു, ഇത് ഭ്രാന്താലയമാണ്, ഭ്രാന്താലയമായി മാറും എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ആ ഒന്നും കേൾക്കാതെ ഇരുന്നുകൊണ്ട് ചിന്മുദ്ര അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്ത കാര്യം വിവേകാനന്ദ സ്വാമികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷെ അദ്ദേഹം ആവർത്തിച്ച് പറയാതെ തന്നെ അദ്ദേഹം കടന്നുപോയി. പക്ഷെ അതൊന്നും മനസ്സിലാകാതെ ഇരിക്കുന്ന നമ്മൾക്ക് പട്ടിസദ്യ നടത്തി, പാമ്പിന്റെ തലയിലിരിക്കുന്ന മുള്ളെടുത്ത് കളഞ്ഞു, കടുവ കരഞ്ഞുകൊണ്ട് വന്നപ്പോഴത്തേക്ക് മടിയിൽ പിടിച്ച് കിടത്തി തടവി കൊടുത്തു. അങ്ങനെ മൃഗങ്ങളെപ്പോലും സ്നേഹിക്കുവാൻ കഴിയുള്ള ദാർഢ്യം, അതിനുള്ള ചങ്കൂറ്റം, അതിനുള്ള കഴിവ് നമ്മുടെ ശാസ്ത്രത്തിന്, നമ്മുടെ പാരമ്പര്യത്തിന്, ഭാരതീയ സംസ്കാരത്തിനുണ്ട്. ഇന്ന് നാം നിൽക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണോ? ആണോ? വാ തുറന്ന് വർത്തമാനം പറഞ്ഞാൽ ആര് തുമ്മിയെ തിരക്കണം, മൂക്കങ്ങ് തെരച്ചോണ്ട് പോട്ടെ. നാം ഭാരതത്തിലോ ഇന്ത്യയിലോ എവിടെയാണ്? പറഞ്ഞേ, ഞാൻ പോകില്ല. ഭാരതത്തിലാണ് എന്ന് പറയുവാനുള്ള ചങ്കൂറ്റവും അടിത്തറയും നമുക്കുണ്ടാകണം. ഇന്ത്യ എന്നുള്ള പേര് തന്നെ വലിച്ചു ദൂരെ എറിഞ്ഞുകൊണ്ട് ചരിത്രത്തിനെ മാറ്റി എഴുതുമ്പോൾ നാം ചരിത്രം എഴുതുവാനും ചരിത്രം സൃഷ്ടിക്കുവാനും കരുത്തുള്ളവരായി മാറണം. ഇന്ന് കേരളം ഭ്രാന്താലയമല്ല, പിന്നെ പറയാൻ വയ്യാത്ത രോഗങ്ങളുടെ എല്ലാം ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. രോഗി ഒരു പാർട്ടിയേ ഉള്ളൂ. ആരാണ്? ഹിന്ദു. ഏത് രോഗവും അടിച്ചേൽപ്പിക്കാം. ഇന്ന് സെക്കുലറിസം എന്ന മഹാരോഗം ബാധിച്ചത് ഇവിടുത്തെ ഹിന്ദുവിന് മാത്രമാണ്. ഹിന്ദുവിന് ജാതിയുണ്ടെന്ന് പറഞ്ഞു, ഹിന്ദുവിന്റെ നിറം പറഞ്ഞു, ഹിന്ദു വേദം പറഞ്ഞാൽ ചെവിയിൽ ഉരുക്കി ഒഴിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അഭിപ്രായങ്ങളുണ്ട്. നീയല്ല ചെയ്തത്, നിന്റെ അപ്പൂപ്പൻ വെള്ളം കലക്കി എന്ന് പറഞ്ഞാൽ ന്യായം പറഞ്ഞുകൊണ്ട് ഇന്നും അനുനിമിഷം വാതുറത്തുന്നവനും ഏവനായാൽ അവനൊക്കെ തന്നെ തെറ്റിക്കുന്നതും ആക്ഷേപിക്കുന്നതും അവഹസിക്കുന്നതും പുറത്താക്കുന്നതും ഇവിടുത്തെ ഹിന്ദുവിനെയാണ്. അത് മാറ്റാൻ ഒരു മരുന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. എന്താണ് ആ മരുന്ന്? പാമ്പിന് കൊടുത്തിരുന്നാൽ പാമ്പ് നമ്മെ സ്നേഹിക്കും, പട്ടിക്ക് കൊടുത്താൽ പട്ടി നമ്മെ സ്നേഹിക്കും, കടുവയ്ക്ക് കൊടുത്താൽ കടുവ നമ്മെ സ്നേഹിക്കും. ഇത് മനുഷ്യന് കൊടുക്കും. ഇവിടെ ഗുരുക്കന്മാരെ ത്രാസിൽ കേട്ടിട്ടുണ്ട്. ഗുരുക്കന്മാരെല്ലാവരും ഗുരുക്കന്മാർ തന്നെയാണ്. ഞാൻ മഹാരാഷ്ട്രയിലെ ഭാരതത്തിലെ ഹിന്ദുവിന് വേണ്ടിയിട്ട് ഗുരുദേവന്റെ കാരുണ്യം കൊണ്ട് ഒരു 10-60 ഏക്കർ സ്ഥലം ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അവിടെ 10-33 ക്ഷേത്രം ഉണ്ടാക്കി. കാരണം ക്ഷേത്രം കുറവുള്ളത് കൊണ്ട് ഹിന്ദു മതം മാറരുത്. ഈ മതം മാറ്റമെന്ന് പറയുന്ന ആർക്കാണ്? ഹിന്ദുവിന് മാത്രമേ ഉള്ളൂ. മറ്റേ മതത്ത് മതം മാറാൻ ചെന്നാൽ വിവരം അറിയും. പള്ളിയിലെ നേരെ വിരൽ ചൂണ്ടിയാൽ വിരൽ മുറിച്ച് ദൂരെ എറിയും. ആവശ്യമില്ലാത്ത ബുർഖയെപ്പറ്റി സംസാരിച്ചാൽ വീട്ടിൽ കയറി പെൺകുട്ടികൾക്ക് ബുർഖയിട്ട് കച്ചവട സ്ഥലത്ത് കൊണ്ടുവന്ന് തലാക്ക് പറഞ്ഞതിന് ശേഷം അന്യരാജ്യങ്ങളിലേക്ക് കടത്തിയേക്കും. ഈ സമയത്താണ് നമ്മൾ സാംസ്കാരിക നേതാക്കന്മാരെ ഇവിടെ കാണുന്നത്. സാംസ്കാരിക നേതാക്കൾക്കെല്ലാം കണ്ണിന് കാഴ്ചയില്ലാതെയായി ഹിന്ദുവിന്റെ നേരെ നോക്കാൻ. പക്ഷേ ആ രോഗത്തിനൊരു മരുന്ന് കണ്ടുപിടിച്ചത് ചട്ടമ്പിസ്വാമി തിരുവടികളാണ്. അത് നാം പ്രയോഗിക്കുകയാണെങ്കിൽ ഇവിടെ ഈഴവനും നായനും പുലയനും പറയനും ബ്രാഹ്മണനുമായി തമ്മിലടിക്കുകയില്ല. പശുവിനെ, സ്വർണത്തിന്റെ പശുവിനെ കൊണ്ടുപോയപ്പോൾ അത് നടക്കാത്ത പശു, ഓടാത്ത പശു, അതിനെ കൊണ്ടുപോകുന്നത് ആരാണ്? പറയനാണ് കൊണ്ടുപോകുന്നത്, അല്ലാതെ നമ്പൂരിയല്ല എന്ന് പറയുവാനുള്ള ആർജവശക്തി അദ്ദേഹത്തിനുണ്ടായി. അന്ന് വളരെ ഗോപ്യമായിട്ട് മഹാരാജാവ് തിരുവേണ്ടി തന്നെ പറഞ്ഞു, അത് അവർ കൊണ്ടുപോട്ടെ. അതുകൊണ്ട് അദ്ദേഹം ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതുപോലെ ആക്കി. അതല്ല, മന്ത്രശക്തികളും മറ്റും അർഹിക്കുന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുപോകുന്നതിനുള്ള ആർജവശക്തി നമുക്കുണ്ടായാൽ വയറ്റിപ്പാടിനാണ് മന്ത്രം എന്ന് പറയുന്നത് മാറ്റി പറയും. മന്ത്രം പറയുന്ന ഗെറ്റ് ഔട്ട് പറഞ്ഞാൽ എഴുന്നേറ്റ് പോകും, ഗെറ്റ് ഇൻ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് വരും. അത് നേരെ മറിച്ച് അത് മന്ത്രമാണ്. മന്ത്രിക്ക് ശബ്ദങ്ങൾ കൊണ്ട് ആറ്റം ബോംബുണ്ടാക്കാൻ പറ്റും, ശബ്ദങ്ങൾ കൊണ്ട് ഹിരോഷിമ മാറ്റാൻ പറ്റും. ആ ശബ്ദങ്ങൾ ചേർന്ന
നമ്മുടെ സംസ്കാരം, വേദസംസ്കാരം നാം ഉണർത്തിയെടുക്കണം. ഞാൻ സംസാരിക്കുന്നില്ല, ഇവിടെയൊക്കെ നല്ല പ്രസംഗങ്ങൾ വരും. ഒന്നാമത് എനിക്ക് ചെവിക്ക് മൈക്കിന്റെ ശബ്ദം കേട്ടാൽ ചെവിക്ക് കുഴപ്പം വരും. ചെവിക്ക് കുഴപ്പം വന്നാൽ ശബ്ദത്തിന് കുഴപ്പമില്ല. പിന്നീട് എഴുതി നിൽക്കി ഇവിടെ പിടിച്ചുകൊണ്ട് പടി ഉണ്ടെങ്കിൽ ഇരുന്ന് പറഞ്ഞാൽ മതി, എന്നെ പിടിച്ചാലും നിൽക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം നീട്ടുന്നില്ല. നിങ്ങളോട് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. അതായത് പറയുന്നത് ചെയ്യുക, ചെയ്യുന്നത് പറയുക. അല്ലാതെ നമ്മൾ പേരെടുക്കാനും സംഘടനകൾ കൂട്ടിയുണ്ടാക്കുവാനും അല്ല. സംഘടനകൾ എത്ര ഉണ്ടായിരുന്നാലും മനുഷ്യൻ, കോടാനുകോടി മനുഷ്യനുണ്ട്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് തുല്യനല്ല. പിന്നെയോ ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും ശ്വാസോച്ഛ്വാസി പ്രാണന്റെ പ്രക്രിയ തുല്യത്തിലാണ് വീഴ്ചെടുക്കുന്നത്. സ്വാമി സാധാരണ പറയാറുണ്ട്, 28 കെട്ടുന്ന എന്തിനാണ്. ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ കേട്ടോണ്ട് കൂടെ ഞാൻ സ്വാമി നിൽക്കുന്നിടത്ത് സ്റ്റേജിലൊന്നും പോകില്ല, അവിടെ ഇങ്ങനെ നിൽക്കും. അവിടെ ചെന്ന് നിന്നാൽ എന്നെ പറ്റി 100 കുറ്റം പരസ്യമായിട്ട് പറയും. കാരണം തൊലിക്ക് കട്ടി കൂടാനായിരിക്കുമോ എന്നെനിക്ക് സംശയം ഇപ്പോൾ തോന്നുന്നുണ്ട്. അതുകൊണ്ട് എന്തിനാണ് 28 കെട്ടണം നിന്ന് നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. 27 നക്ഷത്രങ്ങളിൽ മാത്രമേ ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മനുഷ്യൻ, പക്ഷി, മൃഗം, വൃക്ഷം, ഇതൊക്കെ ഈ 27 നക്ഷത്രത്തിൽ ഒന്നാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള ഈ സർവ്വവും നിന്നോട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. നീ നാളെ മുതൽ ആരായി മാറി? ഫാമിലി വസുധ ഏവ കുടുംബകം. എനിക്ക് സ്വല്പം ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ ഈ ഡീസലിന് വേണ്ടി പോകുമ്പോൾ സ്റ്റാർട്ടായി കിട്ടാത്തൊരു പാടുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ വരാതെ ലോകം ഒരു കുടുംബമാണെന്ന് പ്രഖ്യാപിച്ച ഭാരതീയ സംസ്കാരം കേരളത്തിൽ കൊണ്ടുവരാൻ, ആ സംസ്കാരമുള്ള ഇന്ത്യയുടെ ഭാരതത്തിന്റെ പോക്കിനെ നമ്മൾ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാമെങ്കിൽ കേരളത്തിൽ ഹിന്ദുവിന് അധികപ്പറ്റാവില്ല. അവന്റെ അമ്പലത്തിൽ പച്ച കളർ അടിക്കില്ല. അവന്റെ കൊടി മാറ്റാനായിട്ട് ആരും ശ്രമിക്കില്ല. അതിനുള്ള തങ്കൂറ്റം ഉണ്ടാവുകയില്ല. അതിനുള്ള മനക്കെട്ടി ഉണ്ടാകില്ല. അതുകൊണ്ട് നാം നമ്മുടെ കാര്യങ്ങളിലേക്ക് തിരികെ പോകണം. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും മഹാരാഷ്ട്രയിലെ ഉള്ള എല്ലാ ഹിന്ദുക്കളോടും അവിടെ എല്ലാവരെയും ഒരുമിച്ച് കൂടുവാൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. 14 വർഷം കൊണ്ട് ഇവിടെ മലപ്പുറത്ത് ക്ഷേത്രം വിഗ്രഹം ഉണ്ടാക്കിയിട്ട് തുണി പൊതിഞ്ഞ് വച്ചിരിക്കുകയാണ്. സാംസ്കാരിക നായകന്മാരാണ് അവിടെ ഭരിക്കുന്നത്. MT വാസുദേവൻ നായരാകട്ടെ, വൈദ്യുതി കുറിപ്പാകട്ടെ, അവർക്കൊന്നും കണ്ണു തുറന്നില്ല. പലരും പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടെ തുഞ്ചം പറമ്പുണ്ടാക്കി, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ക്ഷേത്രവും ഉണ്ടാക്കി. ആകാശം ഇടിഞ്ഞു വീണില്ല. മഹാരാഷ്ട്രയിൽ ആരും ഗർജിച്ചില്ല. അവിടുത്തെ ശ്വാസം നിന്നില്ല. പകരം വളരെ സ്നേഹത്തോടുകൂടി അവിടെ വന്ന് സ്റ്റഡി മലയാളം ത്രൂ മറാഠി. അപ്പോ മലയാള മാതൃഭാഷ പഠിക്കാനും മറാഠി മാതൃഭാഷ മലയാളിക്ക് പഠിക്കാനും സൗകര്യം കിട്ടി. മറാഠി രാമായണം എഴുതിയ ഏകനാഥ് മഹാരാജന്റെ ഒരു ക്ഷേത്രം അവിടെ ഉണ്ടാക്കി. ദിവസവും രാമായണം അവിടെ വായിക്കും. ആ 2 കോടിയുണ്ടോ രാമായണം. എന്തിനാണ്? നാം അവിടെ ചെല്ലുമ്പോൾ അവിടെ നമ്മളെ സ്വീകരിക്കണമെങ്കിൽ അവരുടെ സംസ്കാരം നമ്മൾ മാനിക്കണം. അതുപോലെ തന്നെ ഇവിടെ പുഷ്പാഞ്ജലി സ്വാമി ആശ്രമത്തിൽ വന്നു. അപ്പോ ശിവാജി മഹാരാജിന്റെ മുമ്പിൽ വലിയൊരു ശിവാജിയുടെ പടമുണ്ട്. അതിന്റെ മുമ്പിൽ അവിടെ ഇടിച്ചു പൊളിച്ച ഒരു അയ്യപ്പ ക്ഷേത്രത്തിലെ അയ്യപ്പന്റെ വിഗ്രഹവും അവിടെ കൊണ്ട് ശിവാജിയുടെ മുമ്പ് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് വീട് എളുപ്പ. അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അങ്ങ് പുഷ്പാഞ്ജലി സ്വാമിയാണ്. ഇവിടെ വന്നു, വലിയ സന്തോഷമുണ്ട്. ഒരു ചെറിയ കാര്യം കൂടെ ചെയ്യണം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആ വിഗ്രഹത്തിന്റെ ഫോട്ടോ ശിവാജിയുടെ മുമ്പ് വെച്ചിട്ട് അവിടെ ഒരു തിരി കൊളുത്തണം. കാരണം പത്മനാഭസ്വാമി ക്ഷേത്രവും അയ്യപ്പനും ഇന്ന് ഭാരതത്തിലെ ഹിന്ദുവിന്റെ ചൈതന്യത്തിൽ തളരാത്ത, താങ്ങാത്ത, അത്ര ഉറപ്പുള്ള ആ ധൈര്യത്തിൽ, ആ മനോവിശ്വാസത്തിൽ മാത്രമാണ് ഇന്ന് ഇവിടെ നിലനിൽക്കുന്നത്. കേരളത്തിൽ 3.5 കോടി ജനമുണ്ടെങ്കിൽ
ശബരിമല 5.5 കോടി ആളുകൾ ചെല്ലും. പക്ഷേ സ്വാമിയല്ലേ, കക്കൂസ് വെള്ളത്തിൽ നിന്നാൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊരു 20 ഡിഗ്രിയിലാക്കിക്കൊണ്ടുള്ള സംസാരം, അത് പറയുന്നത് അവസാനിപ്പിക്കാൻ നമുക്ക് കരുത്ത് വേണം. ഒരു പള്ളിയിൽ കാണിക്കുമോ, ഒരു മസ്ജിദിൽ കാണിക്കുമോ, ഞാൻ അവരോട് ആരും വിരോധമില്ല. ഒരുപാട് പേര് അവിടെ വരുന്നുണ്ട്, ഞാൻ അവരുമായി സഹകരിക്കുന്നുണ്ട്, വലിയ കുഴപ്പവുമില്ല. പക്ഷേ നമുക്ക് ഒന്നും പാടില്ല, മറ്റവർക്ക് പാടില്ല. 5 വയസ്സായ ഒരു മുസ്ലിം കുട്ടി അല്ലെ 8 വയസ്സായ കുട്ടി 5 തവണ നിസ്കരിക്കും. തൊപ്പിയും വെച്ചുകൊണ്ട് റോഡിൽ നിന്നുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാൻ അവന് തന്റെ ഇടമുണ്ട്. ഇവിടെ കാലത്തടിച്ച് അമ്മയുടെ അച്ഛൻ്റെ കാലത്തുള്ളൂ, ഓ ഐ ഡോണ്ട് കെയർ, ഐ ഡോണ്ട് മൈൻഡ്, ദാറ്റ് ഈസ് ബാഡ് തിങ്, ദാറ്റ്സ് നോട്ട് മൈ കൾച്ചർ എന്നൊരു യൂറോപ്യൻ ഗസ്റ്റുകളൊക്കെ അങ്ങ് കാച്ചു. അതല്ല, എന്റെ മകൻ അവന്റെ അച്ഛന്റെയും അമ്മയുടെയും കാലിത്തോട്ട് തൊഴണം. മാക്കാ ജയ്, പിതാജി കാ ജയ്, പിന്നെ പറയണം ഭാരത് മാതാ കി ജയ്. ഇതിനുള്ള ആർജവശക്തി ഉണ്ടാകണം. ഒറ്റയടിക്കങ്ങ് കയറി ഭാരത് മാതാ കി ജയ് പറയണ്ട. അവന്റെ അമ്മയും അച്ഛനെയും തൊഴിലിക്കാനുള്ള ആ ആർജവശക്തി ഹിന്ദുവിനുണ്ടാകണം. വൈകുന്നേരത്തോടുന്നതിന് മുമ്പ് മക്കളും അച്ഛനും അമ്മയും ഒരുമിച്ചിരുന്ന് 5 മിനിറ്റ് പ്രാർത്ഥിക്കാനുള്ള ധൈര്യം നമുക്കുണ്ടാകണം. അതിനോടുള്ള സ്നേഹം കുട്ടികൾക്കുണ്ടാകണം. അതിന് ഇടവരുത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമാധിയിൽ നിന്ന് ഒരു പിടി മണ്ണ് എനിക്കൊരു പ്രസാദമായി തരണം. ഞാനതുകൊണ്ട് ബാംബെയിൽ കൊണ്ടുവന്നിട്ട് അവിടെ അത് സ്ഥാപിച്ച് അതിൻ്റെ മുകളിൽ ചട്ടമ്പി സ്വാമി തെപ്പാടിയുടെ ഒരു മൂർത്തി ഉണ്ടാക്കി വെക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഒരു ജാതിയുടെ സ്വാമിയല്ല, സർവചരാചരങ്ങളുടെയും സ്വാമി ആയതുകൊണ്ടാണ് പട്ടിസത്യ നടത്തിയത്. സർവചരാചരങ്ങളുടെയും സ്വാമി ആയതുകൊണ്ടാണ് പാമ്പിനും കടുവയ്ക്കും ഈ വൃക്ഷങ്ങളുടെ മൂട്ടിൽ ചെന്നുകൊണ്ട് അതിന് വെള്ളമൊഴിക്കാൻ പറഞ്ഞത്. അവിടെ ചെന്ന് ആ ലോഹം കൊണ്ടുണ്ടാക്കിയ മോതിരം കൊണ്ട് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം ഭഗവാന് വേണ്ടി നിശബ്ദമായി പാട്ടുപാടിയത്. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നെ നിങ്ങൾ ഈ കാര്യത്തിന് ക്ഷണിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് എനിക്ക് മണ്ണ് തന്നില്ലെങ്കിൽ ഞാൻ നോക്കിയിട്ടുണ്ട്. അത്ര വലിയ സെക്യുലർ സോമം എനിക്കില്ല. എനിക്ക് ഇനി ആർമിയിലൊന്നും ചേരേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെയൊക്കെ യൂണിഫോംകാരാണ്. ഇന്നലെ ആരും ഇവിടെ പറഞ്ഞു, ഇവിടെ മൈനാരിറ്റി ആരാണെന്ന് അറിയാമോ? ആരാണ് താണ്ടിരിക്കുന്ന ഈ സന്യാസിമാർ. എന്തുകൊണ്ട് മൈനോറിറ്റിക്ക് കൊടുക്കുകയാണെങ്കിൽ സന്യാസിക്ക് കൊടുക്കണം? ഈ നാട്ടിലെ പൗരന്മാര് ഉടുപ്പ് മാറ്റിയാൽ, നിറം മാറ്റിയാൽ, മുടി വെട്ടിയതിന്റെ ഷേപ്പ് മാറ്റിയാൽ അതിനെയൊക്കെ മുദ്ര കുത്തി പുറത്തേക്ക് തള്ളുന്ന അനുവദിക്കുകയില്ല. എല്ലാവർക്കും ആവശ്യമാണെങ്കിൽ സന്യാസിക്ക് എന്താ കഴിക്കുമോ? രാഷ്ട്രീയമൊക്കെ പോയാ ഈ സന്യാസികൾ മൈനോറിറ്റിയായി ഞങ്ങൾ വന്നാൽ തള്ളിക്കളയോ? അത് സന്യാസി ആവാൻ വല്ല ഉദ്ദേശമുണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ആപ്പാ ഊപ്പ ഇതൊന്നും വാരിപ്പോയെന്ന് വേണ്ട. ചെയ്യാനുള്ളതും പറയാനുള്ളതും ഒക്കെ ചെയ്യണം. ഞാൻ അവിടെ കൊണ്ടുചെന്ന് ഞാനെന്ന് പറഞ്ഞോളൂ, നിങ്ങളതിലേക്ക് ഞങ്ങളാക്കിക്കോ. ഇങ്ങനെ പറഞ്ഞു ശീലിച്ചു. ചിലയിടത്തൊക്കെ ഒറ്റയ്ക്ക് എന്നിട്ട് ഞാനെന്ന് പറയാതെ ഞങ്ങളെന്ന് പറഞ്ഞാൽ അത് കുഴപ്പം ചെയ്യും. അതുകൊണ്ട് നമുക്ക് നമ്മളെല്ലാവരും കൂടി അവിടെ സ്ഥാപിക്കുക, അവിടെ വരിക. തിരുവനന്തപുരത്ത് 7-8 ലക്ഷം ജനങ്ങളല്ലേ മലയാളികളേ ഉള്ളൂ. ബാംബെയിൽ 33 ലക്ഷം മലയാളികളുണ്ട്. അവരുടെ ഇടയിൽ ഇവിടുത്തെ സംസ്കാരം അവിടെ നടപ്പാക്കണം. അതിനൊരു കുഴപ്പമില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹാസഭ അദ്ദേഹം നമുക്ക് ഭ്രാന്താലയത്തിനെതിരായി തന്ന ആ മരുന്ന് ഒരു വലിയ ഇവിടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഇതിന് കോവിഡിനും മറ്റുമൊക്കെ വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ഈ കേരളത്തിൽ ഉണ്ടാകുന്ന സൂക്കേടിന്റെ വാക്സിനാണ് ചട്ടമ്പി സ്വാമി ഉൽപ്പാദനം തന്നത്. അത് നല്ല മാർക്കറ്റ് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ കടമ തന്നെയാണ്. മാർക്കറ്റ് ഉണ്ടാക്കിയിരുന്നാൽ അതിന് ഫലവും കിട്ടും. അതുകൊണ്ട് അത് ചിന്തിച്ചുകൊണ്ട് ഈ സഭ സ്വാമിജിയുടെ തൃപ്പാദങ്ങളിലെ ചൂടേറ്റുകൊണ്ട്
സ്നേഹമേറ്റുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ജയ് സീതാറാം. കുറച്ച് പറയാൻ അല്ലെങ്കിൽ ഞാൻ പോവില്ല. ജയ് സീതാറാം, ജയ് സീതാറാം, ഭാരത് മാതാ കേ